Today we are going to wind up the lesson probability. Then in probability, the next, actually all the problems are easy problems. Today I will teach how to play playing cards. Have you seen playing cards? Playing cards. See, these are playing cards. I will teach this playing cards very detailed. What do you mean by playing cards? Have you seen playing cards? Have you seen playing cards? ചീട്ട് കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് പഠിച്ചാലോ? ചീട്ട് കളിക്കാനല്ല, ചീട്ടിനെ പറ്റി നമുക്ക് കൂടുതലൊന്ന് പഠിക്കാം. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലംസ് എപ്പോഴും പ്ലേയിങ് കാർഡ്സിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നതാണ്. നോട്ട് ഓൺലി ഫ്രം ക്ലാസ് 10, ക്ലാസ് 11ലും ക്ലാസ് 12ലും ഒക്കെ പ്ലേയിങ് കാർഡ്സ് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 52 കാർഡ്സ് ഉണ്ട്. ദീസ് കാർഡ്സ് ആർ നോൺ ആസ് പ്ലേയിങ് കാർഡ്സ്. നമ്മൾ മലയാളത്തിൽ ഇതിന് ചീട്ടെന്ന് പറയും. ചീട്ട് കളിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ചീട്ട് കളിച്ച് ആരെയും പോലീസൊന്നും പിടിച്ചേക്കരുത് കേട്ടോ. പോലീസ് പിടിക്കുന്ന ചീട്ടുകളിയൊന്നും അല്ല നമ്മൾ കളിക്കുന്നത്. പ്രോബബിലിറ്റിയിൽ ഈ പ്ലേയിങ് കാർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, ദാറ്റ് ഐ വിൽ ടീച്ച് യു. ഓക്കെ, ഐ വിൽ ടീച്ച് യു ഹൗ ടു ദാറ്റ് പ്രോബബിലിറ്റി, ഹൗ ടു പ്ലേ പ്ലേയിങ് കാർഡ്സ് ഇൻ പ്രോബബിലിറ്റി. Now we can see 52 cards. ഇത് എത്ര കാർഡ്സ് ഉണ്ട്? ദിസ് ഇസ് 52 കാർഡ്സ്. ഇതിന് നമ്മളാണ് പ്ലേയിങ് കാർഡ്സ്, എ ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ കളിക്കുന്ന ചീട്ട് തന്നെയാണ്. ഇത് എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ഈ 52 കാർഡ്സിന് കുറെ ഷേപ്സ് ഉണ്ട്. ഈ കാണുന്ന ഷേപ്പിന് പറയുന്ന പേരാണ് സ്പേഡ്. SPADE, സ്പേഡ്. ഈ സ്പേഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഈ സ്പേഡ് തന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 13 സ്പേഡ് ഉണ്ട്. 13 സ്പേഡ്. ആ സ്പേഡിനകത്ത് തന്നെ കളർ എന്താണ്? ഈ സ്പേഡ് കാർഡിന്റെ കളർ എന്താണെന്ന് നോക്കിയേ, ബ്ലാക്ക് കളറാണ് സ്പേഡ് കാർഡിന്റെ കളർ. നമ്മൾ ഈ എ എന്നുള്ള ഈ കാർഡിന് പറയുന്ന പേരാണ് ഏസ്. ദിസ് ഇസ് നോൺ ആസ് ഏസ് കാർഡ്. പിന്നെ ഈ ഷേപ്പ്, ഇതൊരു ഫേസ് കാർഡാണ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മുഖം കാണുന്നുണ്ട്. ഈ കാർഡാണ് കിങ് കാർഡ്. ഇതെന്ത് കാർഡാണ്? കിങ് കാർഡ്. ദെൻ അടുത്തതായിട്ട് വരുന്ന ഈ കാർഡിന്റെ പേരാണ് ക്യൂൻ. ദിസ് ഇസ് ക്യൂൻ. ഒരു ക്യൂവിന്റെ ഒക്കെ ഷേപ്പ് ഇല്ലേ, ഇത് ക്യൂൻ കാർഡാണ്. ദെൻ അടുത്തത് ജാക്ക്. ഈ കാർഡിന് എന്തെന്ന് പറയുന്നത്? ജാക്ക് കാർഡാണ്. അപ്പൊ ഇത് നോക്കിക്കേ, ഇതിപ്പോ എത്രയാണ്? ഏസ് കാർഡ്, കിങ് കാർഡ്, ക്യൂൻ കാർഡ്, ജാക്ക് കാർഡ്. ഇത്രയാണ് ഞാനിവിടെ മാറ്റിയിരിക്കുന്നത്. പിന്നീട് ഈ കാർഡ്സ് ആണ് നമ്പേർഡ് കാർഡ്സ്. നമ്പർ 1 to 2, സോറി 10 to 2, 10 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ്, 10 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് കാർഡാണ്. ഓൾ ടുഗദർ അപ്പൊ 10 മുതൽ ഇതുവരെയുള്ള ഓൾ ടുഗദർ എത്ര കാർഡ്സ് ഉണ്ടെന്ന് നോക്കിയേ. 2 മുതൽ 10 വരെ 9 കാർഡ്സ്, 10, 11, 13 കാർഡ്സ് ആണ് ഓൾ ടുഗദർ നമുക്കുള്ളത്. എത്ര കാർഡ്സ് ആണ്? ഇത് 9 കാർഡ്സ്. ഈ 9 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 കാർഡ്സ് ആണുള്ളത്. ഇത് സ്പേഡ്. അപ്പൊ ഈ ഷേപ്പിന് പറയുന്ന പേരെന്താണ്? സ്പേഡ്. ഇത് എന്ത് കളർ കാർഡാണ്? ഇത് ബ്ലാക്ക് കളറാണ്. അടുത്തത് ഇതുപോലെ തന്നെ 52-ല് 4 സ്യൂട്ടാണ്. ആ 4 സ്യൂട്ടിനകത്ത് ഒന്നാമത്തെ സ്യൂട്ടാണ് സ്പേഡ്. രണ്ടാമത്തെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, ഇതൊരു ലവ് പോലെ ഇരിപ്പില്ലേ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർട്ട്. എന്താണ് ഈ കാർഡിന്റെ പേര്? ഹാർട്ട്. ഇത് ഹാർട്ടിനകത്തും ഉണ്ട് ഏസ് കാർഡ്. ഹാർട്ടിനകത്ത് കിങ് ഉണ്ട്, ഹാർട്ടിനകത്തും ക്യൂൻ ഉണ്ട്, ഹാർട്ടിനകത്ത് ജാക്കും ഉണ്ട്. പിന്നെ 10 തൊട്ട് 2 വരെയുള്ള നമ്പർ കാർഡ്സ് ഉണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഷേപ്പ് മാത്രമല്ല, കളറും മാറിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളർ ആയിരുന്നു. ഹാർട്ടിന്റെ കളർ എന്താണെന്ന് നോക്കിയേ. ഹാർട്ടിന്റെ കളർ എന്താണ്? ഹാർട്ടിന്റെ കളർ റെഡ് കളർ. അപ്പൊ ഇത് റെഡ് കളർ കാർഡാണ്. ഇനി ഞാൻ വീണ്ടും അടുത്ത ഷേപ്പുള്ള കാർഡ് എടുത്തു. ഇത് എന്ത് ഷേപ്പാണ് കാണുന്നത്? നിങ്ങൾക്ക് എന്താ ഷേപ്പാണ് ഇത്? യെസ്, ചീട്ടൊക്കെ കളിക്കാൻ അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഈ ഷേപ്പ് ഒന്നും അറിയത്തില്ല. ഇതിന്റെ പേരാണ് ഡയമണ്ട്. ഈ കാർഡിന്റെ പേരെന്താണ്? ഡയമണ്ട്. ഡയമണ്ടിനകത്ത് എത്ര കാർഡ്സ് ഉണ്ട്? 13 കാർഡ്സ് തന്നെയാണുള്ളത്. 13 കാർഡ്സ്. ഏസ് കാർഡ്. ഇതെന്ത് കാർഡാണ്? കിങ് കാർഡ്, ക്യൂൻ കാർഡ്, ജാക്ക് കാർഡ്. പിന്നെ നമ്പർ കാർഡ്സ് ആണ്. നമ്പർ 10, 9 എല്ലാ കാർഡ്സും ഉണ്ട്. അവിടുന്ന് 2 വരെ. 1 ഉള്ള കാർഡില്ല കേട്ടോ. നമ്പർ 1 ആയിട്ടുള്ള കാർഡില്ല. ഇതെന്താണ് ഈ ഷേപ്പ്? ഡയമണ്ട്. ഡയമണ്ടിന്റെ കളർ എന്താന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ഡയമണ്ട് കാർഡ്? ഇറ്റ് ഈസ് റെഡ് കാർഡ്. ദെൻ ദ നെക്സ്റ്റ് ഇസ്, ഇത് ഷേപ്പിന് പറയുന്ന പേരാണ് ക്ലബ്ബ്. ഈ മലയാളത്തിലൊക്കെ നമ്മൾ ഇതിന് ക്ലാവർ എന്നൊക്കെ പറയും കേട്ടോ. ക്ലാവർ. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചാൽ ഇത് എന്ത് കളറാ, ഇത് എന്ത് കാർഡാന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ഇത് ക്ലാവറാന്ന് പറയും. നമ്മൾ പഠിക്കുമ്പോൾ ഇത് ക്ലബ്ബ് എന്ന് പറയും. ഓക്കെ, ഇത് ഏസ് കാർഡ്, ഇത് കിങ്, ക്യൂന്, ജാക്ക്, പിന്നെ നമ്പർ കാർഡ്. അങ്ങനെ 13 കാർഡ്സ് വീതമുള്ള 4 സ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 4 സ്യൂട്ട്സ്? സ്പേഡ്, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്. ഇതിനകത്ത് സ്പേഡും ക്ലബും ബ്ലാക്ക് കാർഡ്സ് ആണ്. ഡയമണ്ടും ഹാർട്ടും റെഡ് കാർഡ്സ് ആണ്.
ഇത് നമ്മൾ എന്ത് പറയും, ഇത് ഏസ് കാർഡ്. ഈ കാർഡിന്റെ പേരെന്താണ്? ഏസ് കാർഡ്. അപ്പൊ എത്ര ഏസ് കാർഡ് ഉണ്ട്, എത്ര ബ്ലാക്ക് ഐഡ്സ് ഉണ്ട്? ഇത് രണ്ടും ബ്ലാക്ക് ഐസ് ആണ് അല്ലെ. ഔട്ട് ഓഫ് 52 രണ്ട് ബ്ലാക്ക് ഐസ് ഉണ്ട്. ഒന്ന് സ്പേഡിന്റെ ഏസും ഒന്ന് ക്ലബിന്റെ ഏസും. എത്ര റെഡ് ഉണ്ട്? രണ്ട് റെഡ് ഉണ്ട്. ഒന്ന് ഹാർട്ടിന്റെയും ഒന്ന് ഡയമണ്ടിന്റെയും. അപ്പോൾ ഓൾ ടുഗദർ 4 ഏസ്, അതിനകത്ത് 2 ബ്ലാക്ക് ആൻഡ് 2 റെഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ കിങ് കാർഡ്, എത്ര ബ്ലാക്ക് കിങ് കാർഡ് ഉണ്ട്? രണ്ട് ബ്ലാക്ക് കിങ് കാർഡ് ഉണ്ട്. ബ്ലാക്ക് കളറിൽ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ കിങ് കാർഡ് തന്നെ അടുത്തത് ഹാർട്ടിനും ഉണ്ട്, ഡയമണ്ടിനും ഉണ്ട്. അപ്പം ടോട്ടൽ ഓൾ ടുഗദർ 4 കിങ്സ് കാർഡ്സ് ഉണ്ട്. രണ്ടെണ്ണം ബ്ലാക്കും രണ്ടെണ്ണം റെഡും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. വീണ്ടും നമ്മൾ ക്യൂൻ കാർഡ് എടുക്കുക. ക്യൂൻ കാർഡ് 2 ബ്ലാക്ക് ക്യൂൻ ഉണ്ട്, അതുപോലെ തന്നെ 2 റെഡ് ക്യൂനും ഉണ്ട്. 2 ബ്ലാക്ക് ക്യൂനും ഉണ്ട്, 2 റെഡ് ക്യൂനും ഉണ്ട്. കണ്ടല്ലോ, ഇത് ക്യൂൻ കാർഡ്. ഇനി അടുത്ത കാർഡ് ജാക്ക്. ജാക്കിനകത്ത് 2 ജാക്ക് റെഡ് ഉണ്ട്, വീണ്ടും 2 ബ്ലാക്ക് ഉണ്ട്, സ്പേഡിനുണ്ട്, ക്ലബിനുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ ഓൾ ടുഗദർ 52 കാർഡ്സ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് ഈ കാർഡ്സ് ഉണ്ടല്ലോ, ഈ മുഖങ്ങൾ കാണിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണ്? കിങ് കാർഡ്സ് ഉണ്ട്, പിന്നെ ക്യൂൻ കാർഡ്സ്, ജാക്ക് കാർഡ്സ്. ഈ കാർഡ്സ് ഇങ്ങനെ ഫേസസ് ഉള്ള കാർഡ്സിന് നമ്മൾ എന്തെന്ന് പറയും? ഫേസ് കാർഡ് എന്ന് പറയും. അപ്പൊ എത്ര ഫേസ് കാർഡ് ഉണ്ടെന്ന് നോക്കിയേ. എത്ര ഫേസ് കാർഡ് ഉണ്ട്? തന്നെ എത്ര എണ്ണം വരും? 4 കിങ് വരും അല്ലെ. 4 കിങ്സ്, 2 റെഡ് കിങ്സ് ആൻഡ് 2 ബ്ലാക്ക് കിങ്സ്, 4 കിങ്സ് വരും. ഇനി ക്യൂൻ എത്ര എണ്ണം വരും? അതും 4 വരും. ജാക്ക് എത്ര വരും? അതും 4 വരും. ഓൾ ടുഗദർ 12 ഫേസ് കാർഡ്സ് ഉണ്ട്. 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഏസ് കാർഡ്സ് എത്രയുണ്ട്? ഏസ് കാർഡ്സ് 4 ഉണ്ട്. അതിൽ 2 ബ്ലാക്കും 2 റെഡും. പിന്നെ നമ്പർ കാർഡിനെ പറ്റി അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരാറില്ല. ഇത് ഞാനിന്ന് നിങ്ങൾക്ക് നോട്ട്സ് തന്നോളാം. ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സ്പേഡിന്റെ സ്പെല്ലിംഗ് ഉണ്ടാവും SPADE. ഇനി അടുത്തത് ഹാർട്ട്, പിന്നെ അടുത്തത് ക്ലബിന്റെ സ്പെല്ലിംഗ് എന്താണ്? CLUB, ക്ലബ്. ഇതിന്റെ നമ്പർ 1 to 13 ഒരു ഏസ് കാർഡ് ഉണ്ടാവും, ഒരു കിങ് കാർഡ് ഉണ്ടാവും, ഒരു ക്യൂൻ, ഒരു ജാക്ക്, പിന്നെ 1 to 2 വരെയുള്ള നമ്പേഴ്സ്. ഓൾ ടുഗദർ 13 കാർഡ്സ് ആണ് ഒരു സ്യൂട്ടിലുള്ളത്. പിന്നെ സ്യൂട്ട് എന്നാണ് പറയുന്നത്. 52 കാർഡ്സ് ഉണ്ട്. 52 കാർഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 സ്യൂട്ട്സ്. 4 സ്യൂട്ട്സ് ആണ്. സ്യൂട്ട്സ് ഏതൊക്കെയാണ്? സ്പേഡ്, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്. അതിൽ സ്പേഡും ക്ലബ്ബും എന്ത് കളറാണ്? ബ്ലാക്ക് കാർഡ്സ് ആണ്. അപ്പൊ എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും ആകെ? പറയാമോ? ആകെ എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും? നേർ പകുതി, 52ന്റെ നേർ പകുതി ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. അതായത് 26 ബ്ലാക്ക് കാർഡ്സ് ആണുള്ളത്. അപ്പൊ ഇത് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. വീണ്ടും 26 റെഡ് കാർഡ്സും ഉണ്ട്. 22 ബ്ലാക്കും 22 റെഡ്, 26 ബ്ലാക്ക്, 26 റെഡ്. ഓക്കെ, ഓൾ ടുഗദർ 52 കാർഡ്സ് ആണ് ഉള്ളത്. നമുക്കിനി ഇതിന്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. Example 4. One card is drawn from a well-shuffled pack of 52 cards. Calculate the probability that the card will be an ace card. Ace card ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്. നമുക്ക് ആകെ 52 കാർഡ്സ് ഉണ്ട്. അതിൽ എത്ര ഏസ് കാർഡ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 4 ഏസ് കാർഡ് ഉണ്ട്. Then what is the probability of getting an ace card? We have 4 ace card. So number of outcome favorable എന്ന് പറഞ്ഞാൽ 4 8 cards ഉണ്ട് out of 52. Then what is the probability of getting an ace card? Probability of getting an ace card is 4/52. Probability of getting not an ace card എന്ന് പറയുമ്പോൾ 1 മൈനസ് probability of getting an ace card എന്ന് നമ്മൾ നോക്കണം. So that means 1 minus 4/52. 1 minus 4/52 നമ്മൾ ചെയ്യണം. അപ്പോൾ 48/52 എന്ന് കിട്ടും. 48/52. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് 1/13 എന്നൊക്കെ എഴുതാം കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്യുക. 1/12/13 ഇതാണ് 12/13. അത് സിംപ്ലിഫൈ ചെയ്ത് 1/13, ഇത് സിംപ്ലിഫൈ ചെയ്ത് 12/13 നമുക്ക് എഴുതാം. ഇനി നമുക്ക് എക്സസൈസിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കാം. 14th ക്വസ്റ്റ്യൻ, എക്സസൈസ് 15.1 14th ക്വസ്റ്റ്യൻ. വൺ കാർഡ് ഈസ് ഡ്രോൺ. പ്ലീസ് ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അത്ര വിസിബിൾ അല്ലല്ലോ അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. 14th question. One card is drawn from a well-shuffled deck of 52 cards.
one card is drawn from a well-shuffled deck of 52 cards. Find the probability of getting a king of red color. What is the probability of getting a king of red color? Red king എത്ര പേരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. റെഡ് കളർ കാർഡ്സ് എത്ര കിങ്സ് ഉണ്ട്? റെഡ് കളർ കാർഡ് എത്ര കിങ് ഉണ്ട്? നമ്മളത് കണ്ടതാണ്. റെഡ് കിങ്സ് എത്രയുണ്ട്? റെഡ് കിങ്സ് വി ഹാവ് 2 റെഡ് കിങ്സ്. ഏതൊക്കെയാണ് റെഡ് കിങ്സ് വരുന്നത്? റെഡ് കിങ്സ് ഏതൊക്കെയാണ് വരുന്നത് ഓർക്കുന്നുണ്ടോ? ഇത് രണ്ടുമാണ് ആ റെഡ് കിങ്സ്. കിങ് കാർഡ്സ് റെഡ് വരുന്നത്. 1 ഡയമണ്ട് ആൻഡ് 1 ഹേർട്ട്. അപ്പൊ റെഡ് കിങ് വന്നത് ഔട്ട് ഓഫ് 52 എത്ര റെഡ് കിങ് ഉണ്ട്? എ കിങ് ഓഫ് റെഡ് കളർ 2 ഔട്ട് ഓഫ് 52. So probability of getting a red king 2 out of 52, that is 1/26. Then that is over. Then next is a face card. Face card ഞാൻ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് എന്താണ് ഫേസ് കാർഡ് എന്ന്. ഓരോ സ്യൂട്ടിനകത്തും എത്ര ഫേസ് കാർഡ് ഉണ്ട്? 3 ഫേസ് കാർഡ് ഉണ്ട്. ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ജാക്ക്. അങ്ങനെ 4 സ്യൂട്ട് ഉണ്ട്. ഒരു സ്യൂട്ടിൽ 3 ഫേസ്, ടോട്ടൽ 12 ഫേസ് കാർഡുകളുണ്ട്. ഫേസ് FACE ഫേസ് ഉള്ള കാർഡിനെയാണ് ഫേസ് കാർഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ്? 12/52. Probability of getting a face card 12/52. Then a red face card. അപ്പം നമുക്ക് റെഡ് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം ബ്ലാക്ക് ഫേസ് കാർഡുകളാണ്. ഇത് ബ്ലാക്ക് ഫേസ് കാർഡ് എത്രയുണ്ട്? 1 2 3 4 6 ബ്ലാക്ക് ഫേസ് കാർഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര റെഡ് ഫേസ് കാർഡ് ഉണ്ട്? റെഡ് ഫേസ് കാർഡും എത്രയെണ്ണം തന്നെ കാണും? 6. കണ്ടോ? ജാക്ക് 2 ഉണ്ട്, കെ 2 ഉണ്ട്, പിന്നെ 2 ക്യൂവും കൂടെ ഉണ്ട്. 2 ക്യൂവും 2 ജാക്കും കണ്ടോ? എല്ലാം കണ്ടല്ലോ. അപ്പം 6 അപ്പൊ എത്ര കിട്ടും? 6 റെഡ് ഫേസ് കാർഡ്. റെഡ് ഫേസ് കാർഡ് 6/52. 6/52. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് 3/26 എന്ന് എഴുതുക. 3/26. ഓക്കെ, 3/26 എന്ന് എഴുതുക. ഓക്കെ, 6 ആണ് ഉള്ളത്. റെഡ് കളറുള്ള ഫേസ് കാർഡ് 6 ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ജാക്ക് ഓഫ് ഹേർട്ട്. ഹാർട്ടിന് എത്ര ജാക്കുണ്ട്? എ ജാക്ക് ഓഫ് ഹേർട്ട്. ജാക്ക് ഓഫ് ഹേർട്ട് ഓൺലി 1 ജാക്ക് ഓഫ് ഹേർട്ട്. ഇത് മാത്രമേ ഉള്ളൂ ഹേർട്ടിനകത്ത് ജാക്ക് വരുന്ന കാർഡ്. സോ 1/52 ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ജാക്ക് ഓഫ് ഹേർട്ട്. ജാക്ക് ഓഫ് ഹേർട്ടിന്റെ പ്രോബബിലിറ്റി, ഹേർട്ടിന്റെ ജാക്ക് ഒരെണ്ണേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ജാക്ക് ഓഫ് ഹേർട്ട്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ജാക്ക് ഓഫ് ഹേർട്ട് ഈസ് 1/52. ദെൻ എ സ്പേഡ്. സ്പേഡ് കാർഡ് എത്രയെണ്ണം ഉണ്ട്? സ്പേഡ് ഓൾ ടുഗദർ സ്പേഡ് കാർഡ് 13 സ്പേഡ് കാർഡ് ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പേഡ് കാർഡ്? 13 കാർഡ്സ് സ്പേഡ് ഉണ്ട്. ടോട്ടൽ എത്ര കാർഡാണ്? 52. താഴെ എപ്പോഴും 52 ആണ് കേട്ടോ വരുന്നത്. 13 ഡിവൈഡഡ് ബൈ 52. ഔട്ട് ഓഫ് 52 13 കാർഡ്സ് ഉണ്ട്. എ ക്യൂൻ ഓഫ് ഡയമണ്ട്. ഡയമണ്ടിന്റെ ക്യൂന് ഒരെണ്ണേ ഉള്ളൂ. എ ക്യൂൻ ഓഫ് ഡയമണ്ട്. ഡയമണ്ടിനകത്ത് എത്ര ക്യൂൻ ഉണ്ട്? ഒരു ഡയമണ്ടിന്റെ ക്യൂനേ ഉള്ളൂ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദിസ് കാർഡ് ഔട്ട് ഓഫ് 52 കാർഡ്സ്? ഈ 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഈ ഒരു കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/52. Now I hope you understood the problem. പ്ലേയിങ് കാർഡ്സ് ഒക്കെ മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇത് നമുക്ക് കളിക്കാനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. നമുക്കിത് മാത്തമാറ്റിക്സിനകത്ത് കുറേ പ്രോബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് വലിയ ക്ലാസ്സുകളിലെല്ലാം ഈ പ്ലേയിങ് കാർഡ്സ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പ്ലേയിങ് കാർഡ്സ് എന്താണെന്ന് മനസ്സിലായെന്ന്. താങ്ക് യു. Now we can discuss example 5, page number 302. Example 5. Page number 302, example 5. Two players, Sangeeta and Reshma, play a tennis match, which is known as, two players, Sangeeta and Reshma, play a tennis match. It is known that probability of Sangeeta winning a match is probability of Sangeeta winning a match. Let S be the event such that Sangeeta wins the match. അപ്പം എസ് എന്ന് പറഞ്ഞ ഈവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സംഗീത വിന്നിംഗ് ദ മാച്ച് 0.62. ദെൻ ഇറ്റ് ഈസ് നോൺ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് സംഗീത വിന്നിംഗ് ദ മാച്ച് ഈസ് 0.62. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് രേഷ്മ വിന്നിംഗ് ദ മാച്ച്? ഓൺലി 2 players ആർ ദെയർ. ടെന്നീസ് മാച്ച് ആണ് അല്ലെ? അപ്പൊ 2 players ആണുള്ളത്. 1 player ഈസ് സംഗീത, അനദർ പ്ലെയർ രേഷ്മ. രേഷ്മനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിംഗ് രേഷ്മ
that we can take P of R, probability of winning രേഷ്മ. അപ്പം ഈ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സംഗീത 0.62 ആണെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സംഗീത പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് സംഗീത മീൻസ് വാട്ട്? പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സംഗീത മീൻസ് പ്രോബബിലിറ്റി സംഗീത ജയിക്കുക, സംഗീത ജയിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് ജയിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് രേഷ്മ. ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് 1 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സംഗീത ഈസ് 0.62. പ്രോബബിലിറ്റി എന്ന് മനസ്സിലായാലും സംഗീത ഒന്നില്ലേ ജയിക്കും, അല്ലെങ്കിൽ സംഗീത തോക്കും. ഈ രണ്ട് കേസസ് ആണ് ഉള്ളത്. ഈ രണ്ട് എലിമെന്ററി ഇവന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് എലിമെന്ററി ഇവന്റിലെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സംഗീത, സെക്കൻഡ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് രേഷ്മ, അത് അതർ കാൻഡിഡേറ്റ് ജയിക്കുന്നു. ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ സം ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1. ദെൻ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് രേഷ്മ, ഹൗ ടു ഗെറ്റ്? പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് രേഷ്മ ഈസ് ഈക്വൽ ടു 1 minus 0.62. 1 minus 0.62 സബ്ട്രാക്ട് ചെയ്തേ 0.38. സബ്ട്രാക്ട് ചെയ്യാൻ എനിക്ക് അറിയാലോ അല്ലെ? 0.38. Okay, on subtract, sorry, 0.62. On subtracting you get 0.38. So that means 62% Sangeeta will win the match. 38% there is a chance to win. Reshma is 38%. Understood? We can discuss the next question. Savida and Hamida are friends. What is the probability that both will have different birthdays? Same birthday. Savida and Hamida are friends. What is the probability that both will have different birthdays? Different birthdays. രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള കേസിലാണ് സെയിം ബർത്ത്ഡേ വരുള്ളൂ. ഡിഫറെന്റ് ബർത്ത്ഡേ വരാനാണ് പ്രോബബിലിറ്റി. അപ്പൊ ഡിഫറെന്റ് ബർത്ത്ഡേ, ഇപ്പൊ സംഗീതയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കും. ടുഡേ September 15. ടുഡേ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് സംഗീതാസ് ബർത്ത്ഡേ 15th September. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലുണ്ടോ? അറിയത്തില്ല. 15th September സവിത ഈസ് സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ 15th September. അപ്പൊ സവിതയുടെ ബർത്ത്ഡേ മറ്റേ അപ്പം ഇൻ വൺ ഇത് ഇപ്പൊ ലീപ്പ് ഇയർ ആണോ അല്ലയോ? 2020 ലീപ്പ് ഇയർ ആണ് അല്ലെ? ഫെബ്രുവരിക്ക് 29 days വരുന്ന വർഷം ലീപ്പ് ഇയർ എന്ന് പറയും. 2020 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. സോ this is a leap year. Leap year ആയതുകൊണ്ട് how many days are there? 366 days ഉണ്ട്. പക്ഷെ നമ്മളൊരു നോൺ ലീപ്പ് ഇയർ ആണ് സാധാരണ കൺസിഡർ ചെയ്യുന്നത്. ഇഗ്നോറിംഗ് ലീപ്പ് ഇയർ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് നോൺ ലീപ്പ് ഇയർ ആണ് നോക്കുന്നത്. നോൺ ലീപ്പ് ഇയറിൽ ഒരു വർഷത്തെ എത്ര ദിവസമുണ്ട്? 165 days ഉണ്ട്. അപ്പൊ September 15th സവിതയുടെ ബർത്ത്ഡേ ആണ്. September 15th മാറ്റി നോക്കിയാൽ ആ വർഷത്തിൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? 364 days. അപ്പം ബാക്കിയുള്ള അടുത്ത ഹമീദയുടെ ബർത്ത്ഡേ ഈ September 15th സവിതയുടെ ബർത്ത്ഡേ ആണെന്നിരിക്കട്ടെ, ബാക്കി 364 days റിമൈൻ ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ കാര്യമല്ല എടുത്തത്, നോൺ ലീപ്പ് ഇയർ ആയിട്ടുള്ള ഒരു വർഷത്തിന്റെ കാര്യമാണ് എടുത്തത്. അപ്പോൾ 364 ദിവസം എക്സ്ട്രാ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പൊ ആ ഏതെങ്കിലും ഒരു ദിവസം ബർത്ത്ഡേ വരാനുള്ള സാധ്യത ഏതാണ്? 364 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, 365 ഡേയ്സ് ആണ് നോൺ ലീപ്പ് ഇയറിലുള്ളത്. അതിലെ സംവിതയുടെ ബർത്ത്ഡേ ഒരു ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 364 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ആ 364ഉം ഫേവറബിൾ ഔട്ട്കം ആണ്. അപ്പൊ ഔട്ട് ഓഫ് 365 ബാക്കിയുള്ള ആ ഒരു ദിവസം സവിതയുടെ ബർത്ത്ഡേ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 364 ഡിവൈഡഡ് ബൈ 365. ഇനി നമുക്ക് നോക്കാം അടുത്തത്. രണ്ടാമതൊരു കേസ് കൂടെ വരുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസം വരാനുള്ള പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അതായത് സവിതയുടെ ബർത്ത്ഡേ September 15th ആണ്, ഹമീദയുടെ ബർത്ത്ഡേയും September 15th ആണ്. അപ്പൊ രണ്ടുപേർക്കും ഒരു ദിവസമാണ് ബർത്ത്ഡേ. അങ്ങനെ വരാനുള്ള സാധ്യത ഒരേ ഒരു ദിവസമല്ലേ? 365 ദിവസങ്ങളുള്ളതില് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. ഇൻ എ ഇയർ 365 days. Among this, one day their birthday falls on same day. So remaining days സെയിം ആയിട്ട് വരാനുള്ള സാധ്യത 1/365 ആയിരിക്കും. 1/365 days.
1/365. അതായത് അതില്ലെങ്കിൽ നമ്മൾ ഒന്ന് ഓർത്താൽ മതി, ഇത് ബർത്ത്ഡേ ഡിഫറെന്റ് ആയിട്ട് വരാനുള്ള കേസ് ഏതാണ്? 1/364 ഡിവൈഡഡ് ബൈ 365 ഉണ്ടായിരുന്നു. ഇത് അവരുടെ ബർത്ത്ഡേ ഡിഫറെന്റ് ആയിട്ട് വരുമോ? സെയിം ആണെങ്കിൽ 1 മൈനസ് 364 ഡിവൈഡഡ് ബൈ 365. യു വിൽ ഗെറ്റ് ആൻസർ 1/365. 1/365. So what is our answer? 1/365. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനൊക്കെ പോലെ തോന്നിയേക്കാം, പക്ഷെ ഇത് ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക. ഒരേ ദിവസം രണ്ട് കൂട്ടുകാരുടെ ബർത്ത്ഡേ ഒരേ ദിവസം വരാനുള്ള പ്രോബബിലിറ്റി, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഒരേ ദിവസം ബർത്ത്ഡേ വരാനുള്ള പ്രോബബിലിറ്റി 1/365. ഇനി ഡിഫറെന്റ് ഡേയ്സിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ, ദാറ്റ് ഈസ് 364/365. Now I am going to discuss example 7. There are 40 students in class 10 of a school, of whom 25 are girls and 15 are boys. There are 40 students in a class 10 of school, 25 girls. There are 40 students in class 10 of a school, of whom 25 girls and 15 are boys. The class teacher has to select one student as the class representative. She writes the name of each student on a separate card and the card is being identical. She puts the card in a big and stirs them thoroughly. അപ്പം ഇങ്ങനെ കാർഡ് ചെറിയ ചെറിയ ലോട്ട്, നമ്മൾ ലോട്ട് എടുക്കുകയല്ലേ. അപ്പം ഇനി നമുക്ക് ഇലക്ഷനൊക്കെ, നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു ഇലക്ഷനൊക്കെ നടത്തിയാൽ നമ്മൾ വൻ ഫ്ലോപ്പിലാവുമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഇലക്ഷൻ വെച്ച് സെലക്ട് ചെയ്യാത്തത്. അപ്പോൾ ഇലക്ഷൻ വെച്ച് സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരുടെയും പേര് ഒരേപോലെയുള്ള പേപ്പറിൽ എഴുതിയിടുക. അപ്പം ഷീ ഡ്രോസ് എ കാർഡ് ഫ്രം ദ ബാഗ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ്? ദ റിട്ടൺ കാർഡ് ഇസ് നെയിം ഓഫ് എ ഗേൾ. അപ്പൊ 25 ഗേൾസ് ഉണ്ട്, 15 ബോയ്സ് ഉണ്ട് ആ ക്ലാസ്സിൽ. ആമ്പിള്ളേർ കുറവാട്ടോ. 25 ഗേൾസ്, 15 ബോയ്സ്. ടോട്ടൽ ഹൗ മെനി സ്റ്റുഡൻസ്? ടോട്ടൽ 25 plus 15, that is 40 students altogether in that class. Altogether how many students in the class? 40 students are there in the class. Out of this, what is the probability of name? അപ്പോൾ അതിനകത്ത് എത്ര കാർഡ്സ് ഗേൾസിന്റെ ഉണ്ട്? 25 cards. Then what is the probability that name written on the card is a girl? What is the probability that name written in the card is a girl? Probability of getting a girl's name 25/40. 25 ഗേൾസിന്റെ പേരുണ്ട് by 40. നമ്മളിത് ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുക 5/8 divide by 8. What is the probability of boy? ബോയിയുടെ പേര് വരാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് 25/40 എന്ന് എഴുതാം. ഒന്നില്ലെങ്കിൽ അന്നേരം നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 15/40. ദാറ്റ് ഈസ് സെയിം ആസ് 3/8. Otherwise we can directly write 15 boys are there. Among this 15/40. ഇങ്ങനെ രണ്ട് മെത്തേഡ് ചെയ്താലും ഒരേ ആൻസർ കിട്ടും. And the sum of the probability 5/8 by 3/8 we get 1. Sum of the probability is always 1 if that are elementary events. Okay. Then now we can discuss example 8. Example 8. A box contains 3 blue, 2 white. വളരെ എളുപ്പമുള്ളതായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പെട്ടെന്ന് പറയണത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ഗൂഗിൾ മീറ്റിൽ ഞാൻ അപ്പം ഒരു പ്രോബ്ലംസ് തരും. അപ്പം ഞാൻ ഓർക്കുന്ന അടുത്ത ടിപിക്ക് ഗൂഗിൾ മീറ്റും അടുത്ത് ചോദ്യം ചോദിച്ച് പെട്ടെന്ന് ഉത്തരം എഴുതിപ്പിച്ചാലോ എന്നൊക്കെ. ഓക്കെ. എ ബോക്സ് കണ്ടെയ്ൻ 3 blue, 3 blue, 3 blue, 2 white and 4 red marbles. A box contains 3 blue, 2 white and 4 red marbles. എ മാർബിൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസസ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അതിൽ ഏതൊക്കെ കളറാണ്? 3 ബ്ലൂ ഉണ്ട്, 2 വൈറ്റ് ആൻഡ് 4 റെഡ്. ഇഫ് ദ മാർബിൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബോക്സ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ്. നിങ്ങൾ ഇതൊക്കെ റഫായിട്ട് എഴുതി വെക്കുക. പിന്നീട് വേണമെങ്കിൽ ഫെയർ ആയിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതിക്കൊള്ളുക കേട്ടോ. വേണമെങ്കിൽ നല്ല നോട്ട്ബുക്കിലേക്ക് എല്ലാം എഴുതിക്കൊള്ളുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോൾ. അപ്പൊ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ടെന്ന് നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ്. ബോൾസ് അല്ലല്ലോ ഇവിടെ, മാർബിൾസ് അല്ലേ. അപ്പൊ എത്രയുണ്ട്? 3 + 2 + 4. 3 + 2 + 4 9 മാർബിൾസ് ആണ് ഓൾ ടുഗദർ അവിടെ ഉള്ളത്. എത്ര മാർബിൾസ് ആണ്? 9 മാർബിൾസ് ആണുള്ളത്. ഇതിൽ വൈറ്റ് എത്രയുണ്ട്? 2. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ്? 2/9. അപ്പൊ 2 എണ്ണം വൈറ്റ് ഉണ്ട് ഔട്ട് ഓഫ് 9. So what is the probability of getting a white marble? 2/9.
Probability of getting a white marble 2 by 9. What is the probability of getting a blue marble? That blue 3 are there, 3 by 9. That is 1 by 3 is the probability of getting blue. What is the probability of getting a red? How many red are there? 4 out of 9. 4 by 9. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? What will be the total probability? What will be the total probability? Probability of white plus probability of blue plus probability of red. Probability of white 2 by 9 plus probability of blue 3 by 9 plus probability of red 4 by 9. Altogether we get 9 by 9. Sum of the probability is 1. Hope you are following the classes. Now we can discuss that example. Example 9, it is not okay. Example 9, we can discuss example 9. Harpreet tosses 2 different coins simultaneously. Harpreet, she is a girl or boy? Girl ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും പെൺകുട്ടികളുടെ കാര്യം കളിക്കുള്ളൂ കേട്ടോ. പെൺപിള്ളേർ ആ ക്ലാസ്സൊക്കെ കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. NCERT ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും പെൺപിള്ളേരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആൺപിള്ളേരൊക്കെ ക്ലാസ് കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അബ്രാമൊക്കെ ഉണ്ടല്ലേ. ഹർപ്രീത് ടോസസ് 2 different coins simultaneously. 1 rupee കോയിന്, ഇതൊക്കെ ഞാൻ പണ്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഒരു 1 rupee കോയിന് 2 2 rupee കോയിന് ടോസ് ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഷീ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്? അപ്പോൾ ഒരു 1 rupee കോയിനും ഒരു 2 rupee കോയിനും ഒരുമിച്ച് ടോസ് ചെയ്താൽ വാട്ട് ആർ ദ പോസിബിൾ ഔട്ട്കം? എന്തൊക്കെയാണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എല്ലാം കൂടെ എഴുതുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. എന്തൊക്കെയാണ് ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? ഒരു 1 rupee കോയിൻ, ഒരു 2 rupee കോയിൻ, ഇത് രണ്ടും കൂടെ ടോസ് ചെയ്തപ്പോൾ 1 rupee കോയിൻ ഹെഡ് കാണിച്ചപ്പോൾ 2 rupee കോയിനും ഹെഡ് കാണിച്ചു. അങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലെ? 1 rupee കോയിൻ ഹെഡ് കാണിക്കുമ്പോൾ 2 rupee കോയിന് ടെയിൽ കാണിക്കാം ഒരേ സമയം വീഴുമ്പോൾ, അതും ഒരു ചാൻസ് ആണ്. ഇനി 1 rupee കോയിനിലെ ടെയിൽ വന്നാൽ 2 rupee കോയിനിൽ ഹെഡ് വരാമല്ലോ. ഇനി 2 കോയിനിലും വേണമെങ്കിൽ ടെയിൽ വരാം. ദീസ് ആർ ദ ചാൻസസ്, ദീസ് ആർ ദ സാമ്പിൾ സ്പേസ്. ഇനി ഷീ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അപ്പോൾ ഇതിനകത്ത് 2 ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 2 ടെയിൽ ഒഴികെ ബാക്കിയുള്ള കേസിലെല്ലാം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ഹെഡെങ്കിലും ഉള്ള എത്ര കേസസ് ഉണ്ട്? 3 കേസ്. ഔട്ട് ഓഫ് ഹൗ മെനി കേസസ്? ഔട്ട് ഓഫ് 4 കേസസ്. Then total number of cases 4 cases ഉണ്ട്. There are total 4 chances. Among this number of at least 1 head എന്നായിട്ടുള്ള എത്ര കേസ് ഉണ്ട്? 1 2 3 cases ഉണ്ട്. Then probability of getting at least 1 head is 3 by 4. Probability of getting at least 1 head is 3 by 4. Then understood? Probability of getting not a head, ഹെഡേ വരാതിരിക്കാനുള്ള സാധ്യത എന്താണ്? 1 by 4. അതായത് 2 ടെയിൽ വന്നാലും ഹെഡേ വരുന്നില്ല. ഹെഡ് ഒരെണ്ണം പോലും വരാത്ത കേസിന് നമ്മൾ പി ഓഫ് ഇ എന്ന് എടുക്കുവാണെങ്കിൽ നമുക്കിതിനെ പി ഓഫ് ഇ കോംപ്ലിമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ വളരെ എളുപ്പമുള്ള കേസസ് ആണ്. ഇനി നോക്കാം. ഇനി നമുക്ക് എക്സാമ്പിൾ 12 എക്സാമ്പിൾ 13 we can discuss example 13. 13th example, page number 306. example 13. അതിനിടയ്ക്കുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഞാൻ കുറച്ചെണ്ണം മാത്രം ഡിസ്കസ് ചെയ്തു പോവാണ്. example 13. 2 dice, 1 blue and 1 grey. 2 സെറ്റ് ഡൈസ് ഉണ്ട്. ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാലോ അല്ലേ? നമ്മുടെ ഈ സാധനം കട്ട തന്നെ പാമ്പും കോണിയും കഴിക്കുമ്പോൾ ആ സ്മോൾ ഇതിന് പറയുന്ന പേരാണ് ഡൈസ്. അങ്ങനെ 2 ഡിഫറെൻ്റ് എണ്ണമുണ്ട്. 1 കളർ ബ്ലൂ കളർ ഒരെണ്ണമുണ്ട്, അടുത്തത് ഗ്രേ കളർ ഒരെണ്ണമുണ്ട്. അങ്ങനെ 2 സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അത് രണ്ടും കൂടെ നമ്മൾ ഒരേ സമയം ഇടുകയാണ്. ഒരേ സമയം ഇടുമ്പോൾ എന്താണ് ഇതിൻ്റെ പോസിബിൾ ഔട്ട്കം? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതിൽ 1 കാണിക്കുമ്പോൾ രണ്ടാമത്തേതിൽ ഒരു പക്ഷേ 1 കാണിച്ചേക്കാം. 2ലും 1 വീഴുന്ന സാധ്യത, 2ലും 1 എന്നുള്ള ഡോട്ട് വീഴുന്ന സാധ്യത അല്ലേ? അങ്ങനെ ഒരു സാധ്യത വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വീഴുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇതിൻ്റെ മുകളിലത്തെ മാത്രമേ നോക്കുകയുള്ളൂ അല്ലേ? നമുക്ക് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 1 ഉണ്ട്. ഇനി ഒന്നാമത്തേൽ 1 വരുമ്പോൾ രണ്ടാമത്തേൽ വേണമെങ്കിൽ 2 വരാം. ഒന്നാമത്തേൽ 1 വരുമ്പോൾ രണ്ടാമത്തേൽ 3 വരാം. ഒന്നാമത്തേൽ 1 വരുമ്പോൾ രണ്ടാമത്തേൽ 4.
1 5 1 6. ഇനി രണ്ടാമത്തേതിൽ 2, ഒന്നാമത്തതിൽ 2 എന്നുള്ള അക്കം വന്നാൽ രണ്ടാമത്തേതിൽ 1 2 1 2 2 2 3 2 4 2 5 2 6. ഞാൻ പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഡൈ ആണ്. ഇത് ഫസ്റ്റ് ബ്ലൂ ഡൈ, ദെൻ സെക്കൻഡ് എഴുതിയിരിക്കുന്നതെല്ലാം ഗ്രേ ഡൈ ആണ്. ഇനി ബ്ലൂ ഡൈയിൽ 3 വരുമ്പോൾ ഗ്രേയിൽ 1 വരാം, ദെൻ ബ്ലൂവിൽ 3 വരുമ്പോൾ ഗ്രേയിൽ 2 വരാം. ഇങ്ങനെ എത്ര കേസസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് there are 36 കേസ്. ഇനി 4 1 4 2 അങ്ങനെ എഴുതി 4 6 5 1 5 2 എക്സെട്ര 5 6, ലാസ്റ്റ് നമ്മൾ 6 1 6 2 എക്സെട്ര 6 6. ഇങ്ങനെ 36 ഔട്ട്കംസ് ഉണ്ട്. 36 ഔട്ട്കംസ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 2 ഡൈ, 1 ബ്ലൂ ആൻഡ് 1 ഗ്രേ ആർ ത്രോൺ അറ്റ് ദ സെയിം ടൈം. റൈറ്റ് ഡൗൺ ഓൾ പോസിബിൾ ഔട്ട്കം. ദീസ് ആർ ദ പോസിബിൾ ഔട്ട്കം. നിങ്ങളത് എഴുതണം. പോസിബിൾ ഔട്ട്കം. What is the probability that sum of these number appearing on the top of the dice is 8? അപ്പൊ രണ്ടിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 8. 8 കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കണം. അപ്പൊ ഈ 1 വന്നിട്ട് ഇതിനകത്തൊന്നും 8 കിട്ടിയല്ല. മാക്സിമം ഇവിടെ 7 വരെ കിട്ടുള്ളൂ. ഇനി ഇവിടെ 8 കിട്ടണമെങ്കിൽ 2 6, അപ്പൊ 8 കിട്ടും. ഒന്നാമത്തതിൽ 2ഉം രണ്ടാമത്തെ ഡൈയില് 6ഉം, ബ്ലൂ ഡൈയിൽ 2ഉം രണ്ടാമത്തേല് 6ഉം വന്നാൽ 8 കിട്ടും. പിന്നെ ഇവിടെ 8 കിട്ടണമെങ്കിൽ 3 വരുമ്പോൾ 3യുടെ കൂടെ ആര് വരണം? 5 വരണം. സം വരുമ്പോൾ 8 കിട്ടണമെങ്കിൽ 4ന്റെ കൂടെ 4 തന്നെ വന്നാലേ 8 കിട്ടുള്ളൂ. ഇനി 5 ആണെങ്കിൽ 5യുടെ കൂടെ 3 വരണം. 6 ആണെങ്കിൽ 6ന്റെ കൂടെ 2 വരണം. ദീസ് ആർ ദ ഫേവറബിൾ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 8 കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം. ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? ടോട്ടൽ എത്ര സാധ്യതകളുണ്ട്? 36 ഔട്ട്കംസ് ഉണ്ട്. 36 ചാൻസസ് ടൈപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. 36 ടൈപ്പിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്രയുണ്ട്? 1 2 3 4 5. നമുക്ക് 5 ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 8. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 8? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ 8. നമ്മുടെ ഞാൻ ഈവന്റ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ലെറ്റ് ഇ ബി ദ ഈവന്റ് സച്ച് ദാറ്റ് ഗെറ്റിംഗ് എ നമ്പർ 8, sum of two numbers is 8. Sum probably E be the event such that sum of two dice it is 8. Then how many are there? 5 are there. 5 divided by 36. Total 36 ആണുള്ളത്. അതില് 5 കേസസിൽ മാത്രമേ അതിന്റെ സമ്മ് 8 ആയിട്ട് വരികയുള്ളൂ. ഇനി അടുത്തത് നോക്കാം. 13 വരുമോ? ഏതെങ്കിലും ആഡ് ചെയ്താലും ഇവിടെ ആഡ് ചെയ്താൽ മാക്സിമം 9 വരും, ഇവിടെ ആഡ് ചെയ്താൽ മാക്സിമം 11 വരും, ഇവിടെ ആഡ് ചെയ്താൽ മാക്സിമം 12 വരും. 13 ഏതെങ്കിലും 2 നമ്പേഴ്സ്, 6 താഴെയുള്ള ഏതെങ്കിലും 6 വരെയുള്ള 2 നമ്പേഴ്സ് ഏതെങ്കിലും ആഡ് ചെയ്താൽ 13 കിട്ടുമോ? ഇല്ല. പ്രോബബിലിറ്റി ഓഫ് എഫ് 0/36, that is 0. It is an impossible event. There is no chance to get a number 13. Such events are known as impossible events. Probability. ഇനി അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ നമ്പേഴ്സ് എല്ലാം ഇതിന്റെ സം ആഡ് ചെയ്താല് ഇതിന്റെ എല്ലാം സം ആഡ് ചെയ്താൽ എപ്പോഴും 12 കുറവായിരിക്കും. നോക്കി, ഏത് നമ്പർ ആഡ് ചെയ്താലും ഏത് കുറവ്, ആ മാക്സിമം വരുന്ന ഏതാ? 12 വരുവുള്ളൂ. ഇതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വരാനുള്ള സാധ്യത എത്ര എണ്ണം ഉണ്ട്? 36 outcomes out of 36. So it is a sure event. All this will come less than sum of these dice will be സൈഡ്. നമ്മൾ ഏതാ നോക്കുന്നത്? അതിന്റെ ടോപ്പിൽ വീഴുന്ന പാമ്പ് മൂണിയും കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ആ മുകളിലത്തെ നമ്പറാണ് നമ്മൾ നോക്കുന്നത്. ആ മുകളിലത്തെ നമ്പർ എപ്പോഴും 2 എണ്ണത്തിന്റെ കൂട്ടുമ്പോൾ ലെസ് ദാൻ 12 വരുള്ളൂ. സോ സച്ച് ആൻ ഇവന്റ് ഈസ് കോൾഡ് ഷുവർ ഇവന്റ്. നൗ വി ക്യാൻ ഡിസ്കസ് the textual problems, page number 308. Textual questions we can discuss.